പാലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള രാജ്യാന്തര നീക്കങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകിക്കൊണ്ടാണ് ഓസ്ട്രേലിയയുടെ പുതിയ പ്രഖ്യാപനം. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇതിനകം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയും അതേ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഓസ്ട്രേലിയൻ സർക്കാർ വ്യക്തമായിട്ടും സൂക്ഷ്മമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില നിർണായക വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ അംഗീകാരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് നടത്തിയ പ്രസ്താവന പ്രകാരം പാലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് 3 പ്രധാന ഉറപ്പുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഒന്നാമത്, ഹമാസിനെ പാലസ്തീൻ സർക്കാരിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. ഹമാസ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ അത് സർക്കാരിന്റെ ഘടനയിൽ തുടർന്നാൽ പാലസ്തീന്റെ രാജ്യാന്തര അംഗീകാരം രാഷ്ട്രീയമായി കൂടുതൽ സങ്കീർണമാകുമെന്ന് ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നു. രണ്ടാമതായി, ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം ഗാസ മേഖലയിലെ സംഘർഷം, സായുധ ഏറ്റുമുട്ടൽ, നിരന്തരമായ സൈനിക പ്രവർത്തനങ്ങൾ എന്നിവ വലിയ തോതിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി നടന്ന ആക്രമണങ്ങളും തുടർച്ചയായ ഉപരോധവും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി. ഓസ്ട്രേലിയയുടെ അഭിപ്രായത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പാലസ്തീൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ അംഗീകാരം നേടണമെങ്കിൽ ഗാസ പ്രദേശം സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്ന മേഖലയായി മാറണം. മൂന്നാമതായി, സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ്. ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനമായ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് പാലസ്തീൻ ജനതയ്ക്ക് അവരുടെ നേതാക്കളെ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പാക്കണം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് തുറന്നതുമാകണമെന്നതാണ് ഓസ്ട്രേലിയയുടെ നിലപാട്. ആന്റണി അൽബനീസ് വ്യക്തമാക്കിയത്, ഈ 3 കാര്യങ്ങളിലും പാലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഓസ്ട്രേലിയ നിർഭയമായി പിന്തുണ നൽകുമെന്നും ഇത് മധ്യപൗരസ്ത്യ മേഖലയിലെ സമാധാന പ്രക്രിയയിൽ ഒരു പോസിറ്റീവ് വളർച്ചയെ കാണാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി അൽബനീസ് പ്രസ്താവനയിൽ ഗാസ മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ ഇടയാക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലിയ തോതിലുള്ള സൈനികാക്രമണ പദ്ധതികളെ ഓസ്ട്രേലിയ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ചെയ്തു. സൈനികാക്രമണം തുടരുകയാണെങ്കിൽ ഗാസയിലെ മനുഷ്യാവകാശ അവസ്ഥയും മാനവിക പ്രതിസന്ധിയും കൂടുതൽ രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അൽബനീസിന്റെ അഭിപ്രായത്തിൽ ഗാസയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ, പട്ടിണി, കുടിയൊഴിപ്പിക്കൽ എന്നിവ അവസാനിപ്പിക്കുന്നതിനും പശ്ചിമേഷ്യയിലെ നീണ്ടു നിൽക്കുന്ന സംഘർഷങ്ങൾക്ക് സ്ഥിര പരിഹാരം കാണുന്നതിനും ഏറ്റവും നല്ല മാർഗം ദ്വിരാഷ്ട്ര പരിഹാരമാണ്. ഇസ്രായേലിനും പാലസ്തീനും സമാധാനപരമായി സഹവർത്തിത്വം പുലർത്താൻ കഴിയുന്ന രീതിയിൽ പരസ്പര അംഗീകാരം ഉൾക്കൊള്ളുന്ന 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ലക്ഷ്യമാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയയുടെ ഈ നിലപാട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട ശക്തിബന്ധങ്ങളിലും രാജ്യാന്തര താൽപര്യങ്ങളിലും ഒരു പുതുമുഖ വഴിത്തിരിവ് വരുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പാലസ്തീൻ വിഷയത്തിൽ പലപ്പോഴും സൂക്ഷ്മ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രാവകാശത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയതോടെ ഓസ്ട്രേലിയയുടെ ഇന്നത്തെ പ്രഖ്യാപനം ഒരു കൂട്ടായ നീക്കത്തിന്റെ ഭാഗമെന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നു. സമാധാന പ്രക്രിയയ്ക്ക് മുന്നോട്ടു പോകാൻ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇസ്രായേൽ പാലസ്തീൻ രാഷ്ട്രീയ പരസ്പര വിശ്വാസക്കേട്. ഗാസയിലെ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ, വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ വികസനം, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ ഈ വിശ്വാസക്കേടിനെ കൂടുതൽ വഷളാക്കുന്നു. ഇതിൽ മാറ്റം വരുത്താനുള്ള ശ്രമമായി ഓസ്ട്രേലിയയുടെ വ്യവസ്ഥാപരമായ അംഗീകാര തീരുമാനം കാണപ്പെടുന്നു. മനുഷ്യാവകാശ സംഘടനകളും സമാധാന പ്രോത്സാഹന ഗ്രൂപ്പുകളും ഓസ്ട്രേലിയയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർക്കും ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലസ്തീനിൽ ജനാധിപത്യ സംവിധാനവും രാഷ്ട്രീയ സ്ഥിരതയും ഉറപ്പാക്കാൻ സഹായകരമാകുമെന്ന് കരുതുന്നു. ഈ പ്രഖ്യാപനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ശക്തിപ്പെടുത്തുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന മാസങ്ങളിൽ പാലസ്തീൻ അതോറിറ്റി ഓസ്ട്രേലിയയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ എന്നത് നിർണായകമായിരിക്കും. ഓസ്ട്രേലിയയുടെ പുതിയ പ്രഖ്യാപനം പാലസ്തീന്റെ അന്താരാഷ്ട്ര അംഗീകാരം നേടാനുള്ള യാത്രയിൽ ഒരു നിർണായക ഘട്ടമാണ്. വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നാലും ഈ നീക്കം പാലസ്തീൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂട്ടായ പിന്തുണയും രാഷ്ട്രീയ ചർച്ചകളും കൂടി ചേർന്നാൽ ഇസ്രായേലും പാലസ്തീനും സമാധാനപരമായി സഹവർത്തിത്വം പുലർത്തുന്ന ദിനം ഏറെ അകലെയല്ലെന്ന പ്രതീക്ഷ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പാലസ്തീനെ ഔദ്യോഗിക രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ഓസ്ട്രേലിയയുടെ നിലപാട് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് സമാധാനപരമായ ഒരു ദിശാബോധം നൽകുന്ന രാഷ്ട്രീയ സന്ദേശമായി കാണാം. എന്നാൽ അംഗീകാരം നൽകുന്നതിന് മുൻപായി മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പാലസ്തീനിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങൾ ഗുണാത്മകമായി മാറേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കുന്നു. ഇതോടെ ദ്വിരാഷ്ട്ര പരിഹാരം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടുകയും പ്രദേശത്ത് സ്ഥിരത, സുരക്ഷ, മനുഷ്യാവകാശങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം.